ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ, എവിടെ പോയെന്നാണ് നിൻ്റെ വിചാരം? അങ്കിള് കോയമ്പത്തൂരല്ലേ? എങ്കിൽ ഞാൻ കോയമ്പത്തൂർ പോയതല്ലായിരുന്നു, നീലഗിരിയിൽ ഗംഗാധര മേനോനെ കാണാൻ പോയതായിരുന്നു എന്ന് പറയുമ്പോൾ, അത് അങ്കിള് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഗംഗാധര മേനോനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മനു ചോദിക്കും, എന്ത് ചോദ്യമാണ്? ബാലേന്ദ്ര മേനോൻ വൈജയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞതും നമ്മുടെ മനു ആകെ ഷോക്കായി പോവാണ് കേട്ടോ. എന്തൊക്കെയാ അങ്കിളെ ഈ പറയുന്നതെന്ന് ചോദിക്കും. അതെ മനു, അതാണ് സത്യം. ആ കുഞ്ഞാണ് ഇന്ന് ഞാൻ ഈ വീട്ടിൽ എൻ്റെ മകളാണെന്ന് പറഞ്ഞ് നിർത്തിയ അലീന എന്ന് പറയുമ്പോൾ മനുവിനത് താങ്ങാനേ പറ്റുന്നില്ല കേട്ടോ. അതാണ് മനു സത്യം. അപ്പോൾ മനു ആകെ തകർന്ന് നിൽക്കുകയാണല്ലോ. നേരെ പോകുന്നത് അലീനയുടെ അടുത്തേക്കായിരിക്കും. കാരണം അലീനോട് പറഞ്ഞിരുന്നല്ലോ അങ്കിളിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാനാ. അങ്ങനെ അവിടെ പോയിട്ടുള്ള മനു ആകെ മനസ്സൊക്കെ തകർന്നിട്ടാണ് കേട്ടോ അലീനയോട് സംസാരിക്കുന്നത്. നീ വൈജാൻറ്റിയുടെ മകളാണെന്ന് ആദ്യം എന്നോടല്ലായിരുന്നോ പറയേണ്ടിയിരുന്നത് എന്നങ്ങ് ചോദിക്കുന്നു. നമ്മുടെ അലീന സോറി മനുവേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കരയോ കേട്ടോ. അങ്ങനെ ആ കരച്ചിൽ കൂടി ആയപ്പോൾ നമ്മുടെ മനു അലീനയെ അങ്ങ് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ നിന്ന് കരയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ശിവശങ്കരൻ ഈ കാര്യങ്ങളൊക്കെ വൈജയെ അറിയിക്കാൻ വേണ്ടിയിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് വൈജയെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ബാലേന്ദ്രന്റെ മകളാണെന്നുള്ള ആ ഒരു കള്ളത്തരം നമ്മുടെ വൈജയെ കൂടി അറിയിക്കാണ് കേട്ടോ. അലീനയെ കഴക്കൂട്ടത്ത് നിന്ന് ഇവിടെ എത്തിച്ചത് ആരാ? ബാലചന്ദ്രൻ അലീന അയാളുടെ മകളാണ്, മറ്റൊരു ബന്ധത്തിലുണ്ടായ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വൈജയും ഷോക്കായി നിൽക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.